ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് കലാപം നടന്ന സ്ഥലങ്ങൾ, കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ, പിന്നെ അവരുടെ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ കലാപം നടന്നപ്പോൾ അവിടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അദ്ദേഹത്തിന് സഹായിയായിട്ട് ജനറൽ ഭക്ത് ഖാൻ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെയാണ്. പിന്നെ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലാണ് ആര്? ജനറൽ ഭക്ത് ഖാൻ. അടുത്തത് ഝാൻസി. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് ഝാൻസി റാണി. ഝാൻസി റാണിയുടെ മറ്റൊരു പേരാണ് എന്ത്? മണികർണിക, അല്ലേ? മനു ബായി എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താണ്? ഝാൻസിയിലെ ഭരണാധികാരിയാണ് ആര്? ഝാൻസി റാണി. നമ്മുടെ കാൺപൂർ ആരൊക്കെയാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് കലാപത്തിന്? ഒന്ന് നാനാ സാഹിബാണ്, അല്ലേ? നാനാ സാഹിബ് ആരാണ്? മറാത്തയിലെ ഭരണാധികാരിയാണ്. ഈ നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്താ മക്കളെ? അറിയോ നിങ്ങൾക്ക്? ധുണ്ടുപന്ത്. എന്താണ്? ധുണ്ടുപന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് സൈനിക സഹായിയായിട്ട് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആരാണ്? താന്തിയ തോപ്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് വെച്ചാൽ രാമചന്ദ്ര പാണ്ഡുരംഗാണ്. എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒന്ന് നാനാ സാഹിബിൻ്റെ സൈനിക സഹായിയാണ്. മറ്റേതോ സൈനിക തലവനാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ താന്തിയ തോപ്പിയാണ്. അപ്പം നമ്മുടെ ലക്നൗവിൽ നമ്മുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. അവധിയിലെ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ ബീഗം ഹസ്രത് മഹൽ. അപ്പോൾ ബീഹാറിലെ അവിടെ ആരാണ് നമ്മുടെ കലാപത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്? കൻവീർ സിംഗ് ആണ്, അല്ലേ? അപ്പോൾ കൻവീർ സിംഗിൻ്റെ സവിശേഷത എന്താണ്? ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് ആര്? നമ്മുടെ കൻവീർ സിംഗ്, അല്ലേ? അപ്പോൾ ബീഹാറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കൺവീർ സിംഗ് ആണെന്ന് പറയും, അല്ലേ? ആരാണ്? കൺവീർ സിംഗ്. അപ്പോൾ നമ്മുടെ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. അദ്ദേഹത്തെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? ബർമ്മയിലെ റങ്കൂറിലേക്കാണ് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സൈനിക തലവനാണ് ജനറൽ ഭക്ത് ഖാൻ. അപ്പോൾ നമ്മുടെ കാൺപൂരിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്? അതെ, നാനാ സാഹിബാണ്, അല്ലേ? അദ്ദേഹത്തെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? നേപ്പാളിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ സൈനിക നേതാവ് ആരായിരുന്നു? പറയൂ. താന്തിയ തോപ്പിയാണ്, അല്ലേ? ആര്? താന്തിയ തോപ്പി. അടുത്തത് എങ്ങോട്ടാണ്? ലക്നൗവിൽ ആരാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്? ബീഗം ഹസ്രത് മഹലാണ്. അദ്ദേഹത്തെ നാട് കടത്തിയിരിക്കുന്നത് എങ്ങോട്ടാണ്? കൽക്കട്ടയിലാണ്, അല്ലേ? എവിടെ? കൽക്കട്ട. അടുത്തത് എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിൽ കലാപത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ആരാണ്? അതെ, കൺവീർ സിംഗ് ആണല്ലേ? ആരാണ്? കൺവീർ സിംഗ്. ബീഹാറിൽ കൺവീർ സിംഗ്. അപ്പോൾ മീററ്റിലെ കദം സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിൽ. അവിടെ ആരാണ്? കദം സിംഗ് ആണ്.